വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്ന് സാംബവ മഹാസഭ. സാംബവ സമുദായത്തിന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയ്ക്ക് പ്രധാന കാരണം കൂടിയാണ് രാഷ്ട്രീയപരമായ ഈ അവഗണന. 1915 മുതൽ 1956 വരെ തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രജാസഭകളിലും തിരുക്കൊച്ചി നിയമസഭയിലും തുടർച്ചയായ പങ്കാളിത്തമുണ്ടായിരുന്ന സാംബവരെ ഐക്യകേരള പിറവിയോടെ തുടരെ അവഗണിച്ചു പോരുകയാണ്. അവസര തുല്യതയും അധികാര പങ്കാളിത്തവും ലഭിച്ചാൽ മാത്രമേ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതി കൈവരിക്കാനാവൂ. സാംബവ സമുദായത്തിന്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയ്ക്ക് പ്രധാന കാരണവും രാഷ്ട്രീയപരമായ ഈ അവഗണനയാണ്. അതിനാൽ പ്രത്യയശാസ്ത്ര പ്രതിബന്ധയ്ക്ക് അതീതമായി ചിന്തിക്കുവാനും സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കുന്ന പ്രായോഗിക സമീപനമായിരിക്കും ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ മഹാസഭയുടെ നിലപാടെന്നും അംഗങ്ങൾ പറഞ്ഞു. പ്രാതിനിധ്യം വളരെ പരിമിതപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ആളുകൾ നിയമനിർമ്മാണ സഭകളിലില്ല. അതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും സ്ഥിരമായി പരിഗണിക്കുന്ന ഏതാനും ജാതികളല്ലാതെ മറ്റാളുകളെ ഉൾപ്പെടുത്തി കാണുന്നുമില്ല. അതിനൊരു മാറ്റം ഉണ്ടാവണം. ഈ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്, ഈ രാഷ്ട്രവിഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്രിയയിൽ രാഷ്ട്രത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന മേഖലകളിൽ ഞങ്ങൾക്ക് അതിൻ്റെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശനം കിട്ടണമെന്ന വളരെ തികച്ചും ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചിരിക്കുന്നത്. സംവരണ മണ്ഡലങ്ങളിൽ മാത്രമാണ് പട്ടിക വിഭാഗങ്ങളെ പരിഗണിക്കുന്നത്. ജനറൽ മണ്ഡലങ്ങളിൽ ഇന്നും പട്ടിക വിഭാഗങ്ങൾ ബാലികാറാമലയാണ്. സാംസ്കാരിക കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുബോധം അതിനുമപ്പുറത്തേക്ക് പട്ടിക വിഭാഗങ്ങളെ പ്രവേശിപ്പിക്കുന്നതിന് അനുകൂലമല്ല. മാത്രവുമല്ല, സംവരണ മണ്ഡലങ്ങളിൽ സർവ്വസമുദായ നീതി ഉണ്ടാകുന്നുമില്ല. ഫലമോ കേരളത്തിലെ പട്ടികജാതിക്കാരിലെ പ്രബല സമുദായ അംഗസംഖ്യയിൽ 2ാം സ്ഥാനക്കാരായ സാംബവർ തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. സാമ്പ്രദായിക ആചാരാനുഷ്ഠാനങ്ങളുടെ അടിത്തറ ഇളക്കിക്കൊണ്ട് ആത്മീയമോചനത്തിന് മാനവികതയുടെ കയ്യൊപ്പ് ചാർത്തി പരിവർത്തനത്തിന്റെ കൊടുക്കാറ്റായി ഉയർത്തിയ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച കേരള സർക്കാരിനെ അനുമോദിക്കുന്നു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് അർത്ഥപൂർണതയേകിയ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള യൂണിവേഴ്സിറ്റിയിൽ തമസ്കരിക്കപ്പെട്ട നവോത്ഥാന നായകരെപ്പറ്റി പുതിയ തലമുറയ്ക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും പഠിക്കുവാൻ അവസരമൊരുക്കണം. ഇവിടെ സാംബവ സമുദായ ആചാര്യൻ മഹാത്മാ കാവാരികുളം കണ്ടൻകുമാരൻ ചേർ സ്ഥാപിക്കണമെന്നും മഹാസഭാംഗങ്ങൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി, മഹാസഭ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ ശിവദാസൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ കെ തിരുവല്ല, സാംബവ മഹാസഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് ചെറിയനാട, ചെങ്ങന്നൂർ യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് രമണിക തുടങ്ങിയവർ പങ്കെടുത്തു. AC ന്യൂസ്, ചെങ്ങന്നൂർ.